പ്രധാന വാർത്ത കോഴിക്കോട് വളയത്ത് സൈനികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. താന്നിമുക്ക് സ്വദേശി MP സനൽകുമാറാണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം? എന്താണ് ഇതിന് പിന്നിൽ എന്ന് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ പ്രാഥമിക നിഗമനത്തിന് ശേഷം എന്തൊക്കെയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന തുടർ നടപടികൾ? സനലിനെ വീട്ടിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ട് അമ്മയും സഹോദരനും, സനലിന്റെ സഹോദരനുമാണ് ഈ സനലിനെ ജീവനൊടുക്കിയ നിലയിൽ കാണുന്നത്. ഈ സംഭവം നടന്ന സമയത്ത് തന്നെ സനലിന്റെ അമ്മയും അതുപോലെ തന്നെ സഹോദരനും ബഹളം വെച്ച് കരയുന്നത് കേട്ടാണ് നാട്ടുകാർ വീട്ടിലേക്ക് ഓടിയെത്തുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി. ഇപ്പോൾ സനലിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു മരണത്തിന്റെ പ്രധാന കാരണം എന്ന് പോലീസിന്റെ ഒരു നിഗമനത്തിൽ പറയുന്നത് ഇതിങ്ങനെയാണ്. ഈ സനൽ മദ്രാസ് റെജിമെന്റിലെ സൈനികനായി പ്രവർത്തിച്ചു വന്നിരുന്നു. പിന്നീട് ഏറെ കാലമായി ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പ്രധാന കാരണങ്ങളൊന്നും തന്നെ ഇതുവരെയായും വ്യക്തമായില്ല. കുടുംബം ഈ മരണത്തിന് ശേഷമൊന്നും പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യക്തമായ ഒരു കാരണം പോലീസിനും അതുപോലെ തന്നെ മറ്റ് ആളുകൾക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സനൽ ഏറെ കാലമായി വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. അവധിയിലായിരുന്നു സനൽ ഉണ്ടായിരുന്നത്. പിന്നീട് സനലിന് കാശ്മീരിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുകയായിരുന്നു. ഈ സ്ഥലമാറ്റത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് സനലിന് വീണ്ടും ജോലിയിൽ ഹാജരാകുന്നതിനുള്ള നിർദ്ദേശം ലഭിച്ചിരുന്നത്. കാശ്മീരിലേക്കാണ് ഈ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം ലഭിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ ഒരു മരണമുണ്ടായത് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനമായി ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ കുടുംബം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. സുഹൃത്തുക്കളുടെ മൊഴിയെല്ലാം രേഖപ്പെടുത്തി വരുന്നതേ ഉള്ളൂ. കാളിദാസ്. തീർച്ചയായും അഭിന, എന്തായാലും ആത്മഹത്യ ആണെന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോലീസ് അടക്കം എത്തിയിരിക്കുന്നത്. ഇനി ഈ ഒരു കേസുമായി സംബന്ധിച്ച് സ്വീകരിച്ചു വരുന്ന ഒരു നടപടികൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിൽ കൂടി ഒരു വ്യക്തത നമുക്ക് ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ കുടുംബത്തിന് നമുക്ക് പ്രതികരണങ്ങളൊന്നും തേടാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ഈ അമ്മയും അനുജനും ഈ ജീവനൊടുക്കിയ ആ ഒരു സമയം മുതലേ അമ്മയും സഹോദരനും തകർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ഒരു മൊഴിയെടുക്കുക എന്നുള്ളത് സാധ്യമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ജോലി സംബന്ധമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനോവിഷമം സനലിൽ നേരിട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിൽ ഈ കഴിഞ്ഞ ദിവസം ഈ കാശ്മീരിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചതാണ് കാരണം എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായി സംബന്ധിച്ച് സുഹൃത്തുക്കളോട് സനൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുടെ മൊഴി ഇതിനോടകം തന്നെ രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു മനോവിഷമം നേരിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും സനലിനെ അലട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും സനലിന്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മറ്റ് നടപടികളെല്ലാം നടക്കും. കാളിദാസ്. ശരി, അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ രാമവർമ്മപുരം ചിൽഡ്രൻസ് ഹോമിൽ 17-കാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. ഉത്തർപ്രദേശ് സ്വദേശി അങ്കിത്താണ് കൊല്ലപ്പെട്ടത്. ഹോമിലെ അന്തേവാസിയായ 15-കാരൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ തർക്കം നടന്നിരുന്നതായി പറയുന്നു. തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും തർക്കമുണ്ടാവുകയും അങ്കിത്തിനെ തലക്കടിക്കുകയുമായിരുന്നു. ഗുരുതരമായി